ഓർമ്മകളിൽ എന്നും ആ പ്ലാവിലെ തൊപ്പിയുമുണ്ട്. കള്ളനും പോലീസും കളിയിൽ ഏട്ടൻ വെക്കാറുള്ള പ്ലാവിലെ തൊപ്പി. അമ്മയും മകനുമായിട്ടല്ലേ കളിക്കുന്നത്. ഞാൻ അമ്മയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. മകമെന്ന് വിളിക്കുമ്പോൾ മകൻ വന്ന് മടി കിടക്കുക, ഉറക്കുക, എന്നിട്ട് എഴുന്നേൽപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ അങ്ങനെയുള്ള കളികളാണ്. അമ്മയും മകനും കളിക്കുമ്പോൾ വാത്സല്യത്തിൻ്റെ നിറച്ചൂട് വാങ്ങാനുള്ള ശാഠ്യമാണ് ഓർമ്മയിൽ. ഒരത്ഭുതമുണ്ട്. അന്ന് അമ്മയും മകനുമായിട്ടാണല്ലോ ഞാൻ ചേർന്നത്. ഞാൻ ആദ്യം അഭിനയിക്കുന്ന നാടകത്തിൽ ഞാൻ അമ്മയും ചേട്ടൻ മകനും അങ്ങനെയാണ്. ഞാൻ ആദ്യം അഭിനയിക്കുന്ന നാടകം, ചേട്ടൻ എഴുതിയ നാടകമല്ല പറഞ്ഞേ, ഞാൻ അഭിനയിക്കുന്ന നാടകത്തിൽ അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത്. ഞാൻ വിളിക്കണത് മകോന്നാണ് വിളിക്കണത്. ശരിക്കും വിളിക്കാൻ നാണപ്പ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ വിളിക്കുന്ന മകോന്നാണ് വിളിക്കുന്നത്. വലിയ കാര്യം. അങ്ങനെ കളിച്ചോണ്ടിരിക്കുമായിരുന്നു. സ്വന്തം കഥാപാത്രങ്ങളുടെ സ്വഭാവ വൈചിത്ര്യങ്ങളിൽ ഒന്നുപോലെ മറഞ്ഞു നിന്ന് കബളിപ്പിക്കുകയാവണം. അല്ലെങ്കിൽ പെട്ടെന്ന് രംഗപ്രവേശം ചെയ്ത് അമ്പരപ്പിക്കാൻ ജീവിതത്തിൻ്റെ കർട്ടനപ്പുറത്ത് കാത്തു നിൽക്കുകയാവണം. ഒരർത്ഥത്തിൽ ഒരു കുഞ്ഞു മരണമായിരുന്നു കുട്ടിക്കാലത്തെ ആ വേർപാട്. പെട്ടെന്നുള്ള ആ ഒറ്റപ്പെടലിൽ കളിക്കൂട്ടുകാരൻ്റെ നഷ്ടമാണ് ഏറെ വേദനിപ്പിച്ചത്. കാണാനില്ല, അഭിനയാളിനെ കാണാനില്ല. കുറച്ചൊരു 5-6-8 ഞാൻ 4 വയസ്സിലെ ഓർമ്മ എനിക്കിപ്പോഴും ഇല്ല കേട്ടോ. അമ്മയൊക്കെ പറഞ്ഞു കേട്ടുള്ള ഇതേ ഉള്ളൂ. മകാന്ന് വിളിച്ചെന്നും ഇതൊക്കെ ചേട്ടനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശരിയുള്ളൂ. എന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ആളിനെ കാണാനില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അന്നത്തെ ഭാഷയെ പറയുന്ന പുറപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഇന്ന് വളരെ തെളിച്ച് നാട് വിട്ടു പോയി എന്നാണ്. അന്നത്തെ ഭാഷയെ പറഞ്ഞ് പുറപ്പെട്ടു. നാണപ്പം എന്നാണ് വിളിക്കുന്നത്. നാണപ്പം പുറപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. പിന്നെ അതൊരു വിവരവുമില്ല. പക്ഷേ എങ്കിലും ഈ ചേട്ടൻ്റെ ചായൽ ഓർമ്മയില്ല. ആളെൻ്റെ മനസ്സിലുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. ചായലറിയാൻ മേല, ഒട്ടും ചായലറിയാൻ മേല. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വന്ന് മലയാളിന്ന് പെട്ടെന്ന് അവിടുന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. മലയാളി നല്ല പണം സമ്പാദിച്ച് അങ്ങനെ പോകുന്ന ആളല്ല, അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ്.